ഹലോ ഡിയേഴ്സ്. അപ്പം നമ്മുടെ ചാനലിലെ ഇന്നലെ കെമിസ്ട്രിയുടെ പ്രഡിക്ഷൻ തമ്പനയിൽ പ്രഡിക്ഷൻ ശരിയായില്ലെങ്കിൽ ചാനൽ നമ്മൾ നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് പേര് നമ്മുടെ പ്രഡിക്ഷൻ ശരിയായോ എന്ന് നോക്കുന്നു, ചെക്ക് ചെയ്യാം. അതിന് മുന്നേ പ്രഡിക്ഷൻ്റെ അതുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ നോക്കാം. ക്വസ്റ്റ്യൻസ് നാളെ വന്നില്ലെങ്കിൽ ചാനൽ നിർത്തണം ഉറപ്പല്ലേ എന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് വീഡിയോ 1ൻ്റെ താഴെയാണ് വന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു വീഡിയോ കൂടി ഉണ്ട്, ഇതൊരു ചാപ്റ്ററിലെയാണെന്ന്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞത് ചെയ്യാൻ പറ്റുമോ സക്കീർ ബൈക്ക് എന്നൊക്കെയായിരുന്നു ചോദ്യം. പിന്നെ തമാശ രൂപേണ നമ്മളെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ലീക്ക് ആയിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ ഒന്നും അതിലില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഹാപ്പി എൻഡിങ്, നമുക്ക് ചാനലിന് ഹാപ്പി എൻഡിങ് ഒക്കെ തമാശ രൂപേണ പറഞ്ഞാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്തായാലും നിങ്ങളെ കമൻറ്റുകളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ചെക്ക് ചെയ്യാം, നമ്മുടെ പ്രഡിക്ഷൻ എത്രത്തോളം ശരിയായി എന്നുള്ളത്. ആദ്യമേ പറയാനുള്ളത്, നമ്മുടെ ഒരു തുടക്ക ചാനലാണ്. 400 സബ്സ്ക്രൈബേഴ്സ് ആവുന്നേ ഉള്ളൂ. നമ്മളിപ്പം ഈ ഒരു ക്രിസ്മസ് എക്സാമിനാണ് വീഡിയോസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ 500, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 500 സബ്ബൊക്കെ ആയാലാണ് കമ്മ്യൂണിറ്റി ടാബ് വരെ ഓപ്പൺ ആവുക. പിന്നെ ലൈവ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവാൻ ഒരുപാട് സബ്ബ് വീണ്ടും വേണം. 1000 ഒക്കെ ക്രോസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം എങ്ങനെ ലൈവും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നിങ്ങളോട് ചോദിക്കാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ ചെയ്യാനും അങ്ങനെയൊക്കെ ലൈവിലൊക്കെ പിന്നെ ഒരുപാട് വീഡിയോകൾ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് ഒരുപാട് വീഡിയോകൾ, ഇതിപ്പം നമ്മൾ ഓരോ ചില ചാപ്റ്റേഴ്സിലെയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത്. ഇനി അങ്ങനെയല്ല, എല്ലാ ചാപ്റ്റേഴ്സിലും പബ്ലിക് എക്സാം ആകുമ്പോഴേക്ക് എല്ലാ ചാപ്റ്റേഴ്സിലെയും പ്രഡിക്ഷനും കാര്യങ്ങളും എങ്ങനെയാണ് വരാൻ സാധ്യതയുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ ഇട്ട ചാപ്റ്റേഴ്സ് നമ്മുടെ പ്രഡിക്ഷൻ എത്രത്തോളം ആക്യുറസി ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിലോട്ട് വരുമ്പം നോക്കൂ, നിങ്ങൾ വളരെ നമ്മളിട്ട ആ ഒരു ഓർഗാനിക്കുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്നെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തായിരുന്നു. അതിന് ലൂക്കാസ് റിയേജൻറ്റ് വന്നു, ഫോസ്ഗീന് വന്നു, പിന്നെ അതിൻ്റെ റൈറ്റ് കെമിക്കൽ ഇക്വേഷൻ അത് വന്നു, ഫിനോൾസ് ഹാവ് ഹൈ ബോയിലിംഗ് പോയിന്റ്, നമ്മളത് ആൽക്കോളിന് ഹൈ ബോയിലിംഗ് പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ അതിന് ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാരണമാണെന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഫിനോളിന് വന്നു. ദെൻ വില്യംസൺ ഈതർ സിന്തസിസ് നമ്മൾ കോഡൊക്കെ വെച്ച് നിങ്ങൾ അടിപൊളിയായി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജോമെട്രിക്കൽ ഐസോമർ വരയ്ക്കാൻ വേണ്ടിയിട്ട് സിസും ട്രാൻസ് ഒക്കെ ചെയ്ത വീഡിയോ ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേര് താങ്ക്സ് ഒക്കെ പറഞ്ഞൊരു വീഡിയോ ആയിരുന്നത്. അപ്പോൾ വലിയ മോട്ടിവേഷൻ എനർജിയൊക്കെ തന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതും വന്നു. പിന്നെ റൈമർ ടീമാൻ റിയാക്ഷൻ റേറ്റ് ഓൺ മെത്തേഡ് ഫോർ പിക്രിക് ആസിഡിൻ്റെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺസെൻട്രേറ്റഡ് HNO3 വന്നു കഴിഞ്ഞാൽ ഫിനോളിൻ്റെ കയ്യും കാലും ഒക്കെ മൊത്തത്തിൽ അങ്ങോട്ട് പൊള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് NO2 വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റൈമർ ടീമാൻ റിയാക്ഷൻ നമ്മൾ കോഡ് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയ്റ്റ്സേഫ് റൂൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SN1 റിയാക്ഷൻ്റെ ഓർഡർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൾബ് റിയാക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രെഡിക്റ്റ് ചെയ്ത 2 ചാപ്റ്റേഴ്സിന് ഇത്രയും ക്വസ്റ്റ്യൻ വന്നു എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പ്രഡിക്ഷൻ നടത്താൻ കഴിയും. ഇനി അങ്ങോട്ട് ഇനി പബ്ലിക് എക്സാം ഒക്കെ ആകുമ്പോൾ നമ്മൾ ചാപ്റ്റർ വൈസ് കംപ്ലീറ്റ് വീഡിയോ ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ്. ബയോളജിക്കൊക്കെ നിങ്ങൾക്ക് അടിപൊളി വീഡിയോ വേണ്ടേ? ബയോളജിയൊക്കെ നമ്മളങ്ങ് പൊടി പാറിക്കണം, മിന്നിക്കണം. അപ്പോൾ നമുക്ക് ചെറിയ ചാനലായതുകൊണ്ട് തന്നെ വലിയ ചാനലുകൾക്കിടയിൽ നിന്ന് വളർന്നു വരാൻ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് വേണ്ടത്. ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ആക്കുക. ബയോളജിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണ് വീഡിയോ വേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.